സമൂഹ മാധ്യമങ്ങളിലെ ഇത്തരം പോസ്റ്റുകൾ, ഇത്തരം നീക്കങ്ങൾ അത് ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുമ്പോൾ നമുക്ക് ഇരുത്തി ചിന്തിക്കേണ്ടി വരുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചതാണ്, പോസ്റ്റ് ഇട്ടതാണ്, പരാതി കൊടുത്തതാണ്. താങ്കളുടെ വാദവും അറിയാം. ഒരു കാര്യം വ്യക്തമാണ്, ഇത്തരം സംഭവങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക എന്ന സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്താണ് താങ്കൾ ഈ വിഷയത്തിൽ നടത്താൻ പോകുന്ന നീക്കം? രണ്ട് കാര്യങ്ങളൊന്ന്, ന്യൂസ് 18 അടക്കമുള്ള എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഇത് ഹൈലൈറ്റ് ചെയ്തതിന് നന്ദി പറയുന്നു. പലപ്പോഴും അങ്ങനെ പല പുരുഷന്മാരും ആത്മഹത്യ ചെയ്യുന്നത് വാർത്ത പോലും ആകാറില്ല. ഉദാഹരണം, കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് സുനീർ എന്ന് പറഞ്ഞ 29 വയസ്സുകാരൻ തിരുവനന്തപുരത്ത് ഇതേപോലെ ആത്മഹത്യ ചെയ്തിരുന്നു. സുനീറിന്റെ ഉമ്മയെ വിളിച്ചുകൊണ്ട് ഞാൻ DGPയെ കാണാൻ പോയി പരാതി കൊടുത്തു. പരാതി എഴഞ്ഞു നീങ്ങുകയാണെങ്കിൽ അവർ എടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടിക്കെതിരെ അടിയന്തരമായി FIR ഇട്ട് കേസെടുക്കണം. ആത്മഹത്യാ പ്രേരണ, അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങളിൽ കേസെടുക്കണം. 2, ഇതിനെ നമ്മൾ വർഗീയവൽക്കരിക്കരുത്, രാഷ്ട്രീയവൽക്കരിക്കരുത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഡ്രസ് ചെയ്യുന്നത് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. കാര്യം അധികാരസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പലപ്പോഴും അതിജീവിതമാരുടെ പരാതിയിൽ, ഇമെയിൽ പരാതിയിൽ പോലും വളരെ താല്പര്യത്തോടെ പരാതി എടുക്കാറുണ്ട്. ഇന്ന് ഞാനടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. അവരുടെ കുടുംബം പോകുന്നുണ്ട്. അടിയന്തരമായി ഈ പരാതി എടുക്കണം. 2, ഈ പെൺകുട്ടി വിദേശത്തേക്കടക്കം പോകാൻ ശ്രമിക്കുന്നു എന്ന് ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ വാർത്തകൾ കാണും. അതിനു മുമ്പ് ഈ പെൺകുട്ടിയെ FIR ഇടണം, ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണം. യഥാർത്ഥത്തിൽ ഇനിയും ഭാവിയിൽ ഇതേപോലെ ഒരു ദീപക്കും കൂടി ഉണ്ടാകരുത്. പലപ്പോഴും ഇത് അറിയുന്ന പോലുമില്ല. നമ്മുടെ മാധ്യമങ്ങൾ ഇത് വിഷയമാക്കുന്നത് തന്നെ പോസിറ്റീവായ ഒരു കാര്യമാണ്. വേറൊന്നും കൊണ്ടല്ല, പലരും ഇങ്ങനെ ആത്മഹത്യ ചെയ്തു, കുടുംബങ്ങൾ വർഷങ്ങളോളം പോരാടി ഒരു റിസൾട്ടും ഉണ്ടാകാതിരിക്കുന്നുണ്ട്. ദീപകിന്റെ മരണം കേരളത്തിലെ പുരുഷാവകാശ പോരാട്ടങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇനി ഒരു ദീപക് ഉണ്ടാവരുത്. കാര്യം നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികളുള്ളതല്ലേ. രാഹുൽ ഈശ്വർ, ഒരു കാര്യം ഇടപെട്ട് ചോദിട്ടെ, നമുക്കിതൊരു പുരുഷാവകാശ പോരാട്ടം എന്ന സൈഡിലേക്ക് ഒരു ജെൻഡർ തിരിച്ചു കാണേണ്ടതുണ്ടോ? അതിനപ്പുറം ഇതിന് മറ്റൊരു വശമല്ലേ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്? മറ്റൊന്നുമല്ല, ഒരു വ്യക്തി, പ്ലീസ് ഞാനൊന്ന് ക്ലിയർ ചെയ്യാം. അതായത് നമുക്കതിനപ്പുറം ഒരു തെറ്റിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടോ? ആ വ്യക്തിയുടെ മരണത്തിലേക്ക് തന്നെയാണല്ലോ ഇത് പോകുന്നത്. നാളെ ദീപകിന് പകരം മറ്റൊരു പുരുഷനാവാം ഇത്തരം ഒരു പോസ്റ്റ് ഇടുന്നത്. അപ്പോഴും നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അപ്പോൾ ഒരു ജെൻഡർ തിരിച്ചതിനെ പറയേണ്ടതുണ്ടോ? അല്ല, അങ്ങനെയല്ല. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന നേരെ തിരിച്ചല്ലേ. ഈ സ്ത്രീയുടെ പേര് പോലും ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി സ്വയം അതിജീവിത എന്ന് ക്ലെയിം ചെയ്യും. അഥവാ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അങ്ങ് ഇത്രയും കാലത്തെ മാധ്യമ പരിചയത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഇതേപോലെ പുരുഷൻ വീഡിയോ എടുത്ത് സെക്ഷൽ കാര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും പെൺകുട്ടിയെ അധിക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഇനി 2, ഏതെങ്കിലും പുരുഷന്മാരങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ തെറ്റുമാണ്. താങ്കൾ പറയുന്നത് പോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപം വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. പക്ഷെ പല ആൾക്കാരും ആ നിയമം ദുരുപയോഗം ചെയ്യുകയാണ്. എന്നിട്ട് പുരുഷന്മാരെ കൊടുക്കാൻ നോക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം. നമ്മളിപ്പോ ഒരു കാര്യം കൂടെയുണ്ട്. നിങ്ങൾ ആ ദീപകിന്റെ കുടുംബത്തിന്, അവരുടെ കുടുംബത്തിന്റെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പെർമിഷനോടുകൂടി ധനസഹായവും ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരത്ത് പ്രസ് മീറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇവിടെയാണ് മെൻസ് കമ്മീഷൻ വേണ്ടത്. താങ്കളൊന്ന് ആലോചിച്ചാൽ മതി. ദീപകിനെതിരെ ഈ വ്യാജ പ്രചരണം വന്നപ്പോൾ ദീപക് തളർന്നു പോവുകയും തകർന്നു പോവുകയും ചെയ്യുകയാണ്. ഒരു അത്താണിയില്ല. ഒരു സ്ത്രീക്കെതിരെയാണ് ഇങ്ങനെ വന്നെങ്കിൽ വനിതാ കമ്മീഷൻ ഇടപെടാനുള്ള സ്പേസ് ഉണ്ട്. അതേപോലെ വനിതാ കമ്മീഷൻ ഇടപെടുകയും വേണം. മികച്ച സംവിധാനമാണ് വനിതാ കമ്മീഷൻ. ആ വനിതാ കമ്മീഷനെ പോലെ ഒരു പുരുഷ കമ്മീഷനും വേണ്ടേ? അതില്ലാത്തത് കൊണ്ടല്ലേ ദീപക് അടക്കമുള്ളവർക്ക് എവിടെയും പോകാനില്ലാത്തത്. ദീപക് എന്തുകൊണ്ടായിരിക്കും ആത്മഹത്യ ചെയ്തത്? ഈ വ്യാജ വീഡിയോ പ്രചരിച്ചു, ആ പെൺകുട്ടി പരാതി കൊടുത്തു എന്ന് പറഞ്ഞു, വീണ്ടും ജയിലിൽ കിടക്കേണ്ടി വരും. ദീപകിന്റെ വീട്ടുകാരുടെ മുമ്പിൽ നാണക്കേട്, അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ നാണക്കേട്, കുടുംബത്തിന് നാണക്കേട്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ കൂടെ വേണ്ടിയിട്ടല്ലേ? അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ മരണത്തിൽ ഒരു ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട്. നമ്മളത് ഏറ്റെടുത്ത് മെച്ചമാക്കുകയാണ് വേണ്ടത്. ആരെയും കുറ്റം പറയാനല്ല. ഇത് ഏതെങ്കിലും ഒരു സ്ത്രീയെ കുറ്റം പറയാനല്ല. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടപ്പോ മുഖം മറച്ചുകൊണ്ടാണ് ഇട്ടത്. കാരണം നിയമമാണ് നമുക്ക് വേണ്ടത്, പ്രതികാരമല്ല. പല ആൾക്കാരും ആ പെൺകുട്ടിക്ക് നേരെ പ്രതികാരം ചെയ്യണമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പ്രതികാരം നീതിയല്ല, നേരെ തിരിച്ച് ജസ്റ്റിസ് ആണ്. റിവെഞ്ച് ഇസ് നോട്ട് ജസ്റ്റിസ്. പ്രതികാരം നീതിയല്ല. ആ നീതിയുടെ ഭാഗമായി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. അതിനുവേണ്ടി എല്ലാ നടപടികളും സ്വീകരിക്കും. ഇന്ന് തന്നെ ദീപകിന്റെ വീട്ടുകാർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു സാമ്പത്തിക സഹായം അടക്കം അനൗൺസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ നന്ദി രാഹുൽ ഈശ്വർ. എന്തായാലും രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പുരുഷൻ നേരിടുന്ന പുരുഷ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഉദാഹരണമായി ഇതിനെ ചൂണ്ടിക്കാട്ടണം, അല്ലെങ്കിൽ ആ ഒരു നീക്കമാണ് ഇതിൽ വേണ്ടതെന്ന് വാദമുന്നയിക്കുന്നത്. പക്ഷേ നമുക്ക് പൊതുവിൽ പറയാനുള്ളത്, സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരാൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരെ ഇങ്ങനെ പോസ്റ്റ് ഇട്ട് നശിപ്പിക്കാനുള്ള നീക്കം നടത്തുന്ന ആരായാലും അതാണ് നിയന്ത്രിക്കപ്പെടേണ്ടത്. അത് മാധ്യമങ്ങളുടെ ഭാഗത്തും ജാഗ്രതക്കുറവുണ്ടാവുന്നുണ്ടെങ്കിൽ അതും തിരുത്തപ്പെടേണ്ടതുണ്ട്. ഞങ്ങളടക്കം പോസ്റ്റ് ഇട്ട വ്യക്തിയെയോ അല്ലെങ്കിൽ
അവരുടെ പോസ്റ്റുകളോ ഒന്നും എക്സ്പോസ് ചെയ്യാൻ ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതിൽ വസ്തുത വെളിച്ചത്ത് വരട്ടെ, അതിനുശേഷം ഉണ്ടാവാം. ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ അവർക്ക് അധിക്ഷേപം നേരിടേണ്ടി വരുന്നുണ്ട്. അവരും അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടു അവരുടെ അക്കൗണ്ട് എന്നൊക്കെ ഉള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ കാര്യം വ്യക്തമാവേണ്ടതുണ്ട്. നാളെ ഒരുപക്ഷെ ഒരു പുരുഷനാവാം ഒരു വനിതയെക്കുറിച്ച്, ഒരു യുവതിയെക്കുറിച്ച് ഇത്തരമൊരു പോസ്റ്റ് ഇടുന്നതെങ്കിലും അതും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ വസ്തുത വ്യക്തമാവുന്നതിന് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം പോസ്റ്റ് ഇട്ട് ഒരാളെ തീർത്ത് കളയാം എന്ന ചിന്തയുണ്ടാവുന്നതാണ്. അത് പലപ്പോഴും തീർത്ത് കളയാമെന്ന ചിന്തയിലല്ല, അവർക്ക് റീച്ച് കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഈ പോസ്റ്റ് ഇട്ടത്. പക്ഷേ സംഭവിച്ചത് ഒരു വ്യക്തി തന്നെ ഇല്ലാതായി പോകുന്നു എന്ന സാഹചര്യമാണ്. അതാണ് നമുക്ക് മുന്നിൽ ഓർമ്മപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നത് എന്നതുകൂടിയാണ് ഈ സംഭവത്തിൽ വെളിച്ചപ്പെടുന്നത്. എന്തായാലും വലിയ തലങ്ങളിലുള്ള പലരും ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. എന്തായാലും ആ യുവതി പ്രതികരിച്ചു എന്ന ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അവരുടെ വാദം ഇതാണ്: താൻ പോസ്റ്റ് ഇട്ടു, തൻ്റെ അനുഭവമാണ് പറഞ്ഞത്, പക്ഷേ അത് ഇങ്ങനെ ആയിത്തീരുമെന്ന് കരുതിയില്ല എന്നതാണ്. അതായത് തനിക്കൊരു അനുഭവം ഉണ്ടായെന്ന വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ആ തെറ്റുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം, പക്ഷേ അത് ഇങ്ങനെ വേണോ എന്ന ചോദ്യമാണ് ഉയർച്ചപ്പെടുന്നത്. മാത്രമല്ല, നാളെ ഒരു ഘട്ടത്തിൽ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കപ്പെട്ടാലും ഇതുമൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ കൊണ്ട് അത് തിരുത്തപ്പെടാവുന്നതല്ല. അയാൾ സ്വന്തം കുടുംബത്തിലും മക്കളുടെ മുന്നിലും അടക്കം അപഹസിക്കപ്പെടുകയാണ് ജീവിച്ചിരിക്കുന്നത്. പലരും ഈ വെല്ലുവിളിയെ മാനസികമായി അതിജീവിച്ച് ജീവിച്ചിരിക്കുന്നവരുണ്ടാവാം. പക്ഷേ അവർ ജീവിതകാലം മുഴുവൻ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇതിൻ്റെ പ്രതിസന്ധി നേരിടും എന്നൊരു മറ്റൊരു വസ്തുത കൂടിയുണ്ട്. പല അനുഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. അതിൻ്റെ ഒരു പുതിയ ഉദാഹരണം കൂടിയായി ഇത് മാറുകയാണ്. അനീഷ് തുടരുന്നുണ്ട്. MS അനീഷ് കുമാർ. അനീഷ്, ഇതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ വല്ലതും ഇടപെടൽ ആ തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമുക്കിത് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചയുണ്ട്, പരാതികൾ ചിലത് വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ വസ്തുതയിലേക്ക് പോകുക, ആ പെൺകുട്ടിയുടെ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി വരുന്നുണ്ടോ? തീർച്ചയായും പെൺകുട്ടി ഈ സംഭവം നടന്നതിന് ശേഷം പിന്നീട് പറഞ്ഞത്, ഉറച്ചു നിന്നത് തനിക്ക് നേരെ ഒരു മോശം പെരുമാറ്റമുണ്ടായി. ആ മോശം പെരുമാറ്റം തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ്. മറിച്ച് ഈ സമൂഹ മാധ്യമങ്ങളിൽ റീച്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ കൂടുതൽ ഫോളോവേഴ്സിനെ നേടുക എന്നതും ഒന്നും ആയിരുന്നില്ല തന്റെ ലക്ഷ്യമെന്ന് ആ പെൺകുട്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ഒരു ആൾ കൂടി. പക്ഷെ നമുക്ക് തോന്നുന്നു അത്തരം ഈ രാഷ്ട്രീയ വശങ്ങളിലേക്ക് പോകേണ്ട, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ചെയ്തിരിഞ്ഞ് പോരാടേണ്ട, അല്ലെങ്കിൽ മതപരമായി ചേരിതിരിഞ്ഞ് പോരാടേണ്ട ഒരു വിഷയമായി മാറുന്നില്ല എന്നതാണ്. നമുക്ക് കണ്ണടച്ച് ഈ യുവതിയോ അല്ലെങ്കിൽ യുവാവിനെയോ തെറ്റ് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല. പലപ്പോഴും നമുക്കറിയാം, ദൃശ്യങ്ങളുടെ കാര്യത്തിലൊക്കെ വ്യക്തതകൾ വരേണ്ടത് അത് അതിന്റെ ശാസ്ത്രീയമായ പരിശോധനകളിലൂടെയാണ്. അല്ലെങ്കിൽ അനീഷിലേക്ക് വരാം. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ നമുക്കൊപ്പം ചേരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.